ഹലോ ഗായ്സ്, അങ്ങനെ എത്രയെന്ന് പറഞ്ഞിട്ട് ഈ കോഴി ബിരിയാണി എന്ന് തിന്നുന്നതല്ലേ. അപ്പം നമുക്കൊരു ചേഞ്ച് ആക്കണ്ടേ എടുക്കല്ലോ. അങ്ങനെ അയക്കുറ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് അയക്കുറ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നോക്കാമെന്ന്. കുറേ ആയവ ഞാൻ അയക്കുറ ബിരിയാണി ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല. കുറേ ആയി കോഴി ബിരിയാണി എന്നല്ല ആക്കലമ്മ. അങ്ങനെ പെട്ടെന്ന് എൻ്റെ അവിടെ ഉണ്ടാക്കുമ്പോഴേക്ക് ഗസ്റ്റും വന്ന് എൻ്റെ മാപ്പിളിൻ്റെ പൊങ്ങവും മോനെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് നല്ലോണം കൂടി. ഓറെല്ലാം ഉണ്ടല്ലോ, അങ്ങനെ നല്ല ടേസ്റ്റി ആക്കണമെന്ന് വിചാരിച്ച്. മാഷാല്ല ടേസ്റ്റിലുണ്ടായിനവ നല്ല പാങ്ങല തീർന്നിനല്ലോ ഉച്ചക്കെന്ന്. അങ്ങനെ ഞങ്ങൾ എന്താക്കിയതാ അതിനുള്ള പണിയെല്ലാം ഞാൻ തുടങ്ങി. ഞങ്ങൾക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കിയതവ, വലിയ അറിയൊന്നുമില്ല. എന്നാലും മാഷാല്ല ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റില്ല എന്നവ. കൈപ്പുണ്യം കിട്ടാനും ഒരു ഭാഗ്യം വേണ്ടേ. അതെൻ്റെ ഉമ്മാൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച്. അങ്ങനെ അതിനുള്ള മസാല എല്ലാം റെഡിയാക്കി ഒരു സൈഡ് പൊരിച്ചുകൊണ്ടുണ്ട്. പിന്നെ വലിയ സെറ്റിങ്സും കാര്യമൊന്നും ഇല്ല എൻ്റെ അടുത്ത്. ഞാനുള്ള ചട്ടിയും പാത്രം എല്ലാം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ടാവുക. നമ്മളുള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്നല്ലേ പറയല്, അതുപോലെയാണ് എൻ്റെ ഉള്ള ചട്ടിയും പാത്രം വെച്ച് ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ ബിരിയാണിയെല്ലാം സെറ്റായിട്ടുണ്ടാവുക. കുറച്ച് ഡെക്കറേഷൻ എല്ലാം ആക്കി എൻ്റെ മേത്ത്. അങ്ങനെ എല്ലാവരും തിന്നവ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിനവ.